തൃശൂരിൽ ശക്തമായ കാറ്റും മഴയും. മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശം. തൃശൂർ പാലസ് റോഡിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. ശങ്കരയ്യ റോഡിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തകർന്നു. ചാലക്കുടി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി കളക്ടർ. ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരെ മർദ്ദിച്ച സംഭവം. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന ആവശ്യം ശക്തം. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി വരന്തരപ്പിള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിൽ. ആശാസമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ബിജെപി അംഗങ്ങൾ അജണ്ടകൾ പിടിച്ചുവാങ്ങി വലിച്ചു കീറിയെറിഞ്ഞു. മാളയിൽ മാങ്ങ പറിക്കാനെത്തിയവരെ തേനീച്ചകൾ ആക്രമിച്ചു. പരിക്കേറ്റ 5 പേർ പ്രാഥമിക ചികിത്സ തേടി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ശക്തമായ മഴയും കാറ്റും. മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശം. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് ശക്തമായ മഴ വ്യാപക നാശം വിതച്ചത്. സ്വപ്ന ജംഗ്ഷൻ, ബിനി ജംഗ്ഷൻ, പാലസ് റോഡ് എന്നിവിടങ്ങളിൽ മരം കടപുഴകി വീണു. പാലസ് റോഡിൽ മരത്തിനടിയിൽ 6 വാഹനങ്ങൾ കുടുങ്ങി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കാറ്റിൽ നിലത്ത് വീണു. തൃശൂർ കുറുപ്പം റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. നായ്ക്കനാലിലെ ട്രാൻസ്ഫോമറിൽ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി. യാത്രക്കാരെ ഇത് പരിഭ്രാന്തിയിലാക്കി. കിഴക്കുംപാട്ടുകര സന്തോഷ് റോഡിൽ മരങ്ങൾ വീണു. ഒല്ലൂക്കര ചെറുകുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം കടപുഴകി വീണു. സമീപത്തെ ട്രാൻസ്ഫോമറും നിലം പതിച്ചു. തൃശൂർ ശങ്കരയ്യ റോഡിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തകർന്നു വീണു. എൽത്തുരുത്ത് PB റോഡിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും വീണു. ചാലക്കുടി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം. ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി ഏപ്രിൽ 28-ന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പോലീസ്, RTO, ചാലക്കുടി തഹസിൽദാർ എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഉത്തരവ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന മേഖലകളിൽ ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വാർഡന്മാരെ നിയമിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസിനെയും ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ CS സ്മിത റാണി, തഹസിൽദാർമാരായ KM സിവീഷ് സാഹു, KM ജേക്കബ്, MS കിഷോർ, ഒല്ലൂർ ACP SP സുധീരൻ, ചാലക്കുടി DYSP K സുമേഷ്, തൃശൂർ റൂറൽ DYSP SY സുരേഷ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരെ മർദ്ദിച്ച ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന് ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിൽ കൊല്ലം സ്വദേശിയായ അച്ഛനും മകനുമാണ് കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ്, സുഭാഷ് ബാബു എന്നിവരാണ് ദൃശ്യത്തിലുള്ളത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത് ആദ്യമായല്ല ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ പരാതി ഉയരുന്നത്. ആക്രോശിച്ചും വടികൊണ്ട് തടഞ്ഞും കയർ കൊണ്ടുള്ള വടം കൊണ്ട് തള്ളിയുമുള്ള മോശം പെരുമാറ്റത്തിനെതിരെ നേരത്തെ നിരവധി തവണ പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാവാറില്ല. ക്ഷേത്രാന്തരീക്ഷത്തിന് നിരക്കാത്ത വിധം പെരുമാറുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ മാറ്റണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പോലീസിന് പോലും ഇവരെ നിയന്ത്രിക്കാനാവുന്നില്ല എന്ന് പരാതിയുമുണ്ട്. പോലീസ് യൂണിഫോമിന്റെ മാതൃകയിലുള്ള ഇവരുടെ യൂണിഫോം മാറ്റണമെന്നാണ് ഭക്തസംഘടനകളുടെ ആവശ്യം. ഭക്തർക്ക് നിരന്തരമായ ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും മൗനം പുലർത്തുന്ന ദേവസ്വം ശാന്തമായ അന്തരീക്ഷത്തിൽ സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്ന് ഭക്തജന സംഘടനകൾ ആവശ്യപ്പെട്ടു. TCV ഗുരുവായൂർ. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്ന ഇക്കാലത്ത് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് വരന്തരപ്പിള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിലാണ്.
പുതുതായി നിർമ്മിച്ച വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിനാണ് ഈ ദുർവിധി. 2 വർഷം മുൻപാണ് 1500 സ്ക്വയർ ഫീറ്റിൽ 44 ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം 90% പൂർത്തിയായ സമയത്താണ് സമീപവാസി തന്റെ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നിലച്ചു. ഇപ്പോൾ കെട്ടിടം കാട് കയറിയ നിലയിലാണ്. തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമാണ് ഇവിടം. കെട്ടിടത്തിനകത്തെ ഷെൽഫുകൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു തുടങ്ങി. വർഷങ്ങളായി വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് സ്ഥലപരിമിതിയിൽ വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഇടുങ്ങിയ മുറിയിൽ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും ജീവനക്കാർക്ക് ശുചിമുറി സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ വില്ലേജ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ്. ആ കെട്ടിടത്തിലേക്ക് അംഗപരിമിതർക്കും അതായത് വയസ്സായവർക്കും കയറി ചെല്ലാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ 2 വർഷം മുന്നേ റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് പണിത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും വേഗം പുതിയ വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് MLA അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും കോടതി ഇടപെടൽ വൈകുകയാണെന്നും ആക്ഷേപമുണ്ട്. നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതായാണ് വിവരം. പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതോടെ കാര്യങ്ങൾ സ്മാർട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TCV പുതുക്കാട്. ആശാസമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷത്തിനിടെ കൌൺസിൽ ക്ലർക്കിൽ നിന്നും അജണ്ടകൾ ബലമായി പിടിച്ചുവാങ്ങി BJP അംഗങ്ങൾ വലിച്ചുകീറിയെറിഞ്ഞു. പ്രതിമാസം ആശാ വർക്കർമാർക്ക് നഗരസഭാ തനത് ഫണ്ടിൽ നിന്നോ പദ്ധതിയിൽ നിന്നോ 2000 രൂപ അധിക വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ അവതരിപ്പിച്ച പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. ബഹളത്തിനിടെ BJP പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളി ചായ വെച്ചിരുന്ന കപ്പും സോസറും താഴേക്ക് തട്ടിയിട്ട് പൊട്ടിച്ചു. BJP അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിയോടെ കൌൺസിൽ ഹാളിന്റെ പുറത്തു കടന്ന BJP അംഗങ്ങൾ ചെയർപേഴ്സൺ ഓഫീസിനു മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ ഓഫീസ് വരാന്തയിലെ ചെടിച്ചട്ടികൾ മറിച്ചിട്ടു. നഗരസഭയിൽ അക്രമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളിയെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ പിന്നീട് അറിയിച്ചു. ചെയർപേഴ്സൺ ഉച്ചഭക്ഷണത്തിനായി ഓഫീസിൽ നിന്നും പുറത്തുപോയതോടെ BJP അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചു. ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അവതാരകനും പുഷ്പ മുരളി അനുവാദകയുമായി അവതരിപ്പിച്ച പ്രമേയം ചർച്ചകൾക്ക് ശേഷം കൌൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമയപരിധിക്കുള്ളിൽ ഡാറ്റ എൻട്രി ചെയ്ത് അംഗീകാരം നൽകാത്തതിനാൽ ജനുവരി മാസത്തെ നഷ്ടപ്പെട്ട വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തനത് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പെൻഷൻ നൽകാൻ ചാലക്കുടി നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് നേരത്തെ നഗരസഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത ശുപാർശ ചർച്ച ചെയ്തതിനെ തുടർന്നായിരുന്നു കൌൺസിൽ തീരുമാനം. നഗരസഭയുടെ തനത് ഫണ്ട് ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് സർക്കാരിന്റെ അനുവാദം തേടാനും കൌൺസിൽ തീരുമാനിച്ചു. ഗുണഭോക്താക്കളുടെ തടഞ്ഞുവച്ചിട്ടുള്ള ജനുവരി മാസത്തെ പെൻഷൻ തുക ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അനുവദിക്കുന്ന പക്ഷം ഈ തുക നഗരസഭാ ഫണ്ടിലേക്ക് നൽകണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. സർട്ടിഫിക്കറ്റുകൾ സമയപരിധിക്കുള്ളിൽ എൻട്രി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാരനോട് വിശദീകരണം ആവശ്യപ്പെടാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. മാളയിൽ മാങ്ങ പറിക്കാനെത്തിയവരെ തേനീച്ചകൾ ആക്രമിച്ചു. ഭയന്നോടി വാഹനത്തിലും വീടുകളിലും ഒളിച്ചിരുന്ന ഇവരെ അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കൊമ്പത്തുകടവിൽ കളത്തിപ്പറമ്പിൽ പ്രഭാകരന്റെ പറമ്പിൽ നിന്ന് മാങ്ങ വാങ്ങിയ പാലത്തിങ്കൽ ജോർജിന്റെ കീഴിലുള്ള തൊഴിലാളികൾക്കാണ് തേനീച്ച കുത്തേറ്റത്. പരിക്കേറ്റ 5 പേർ പ്രാഥമിക ചികിത്സ തേടി. മറ്റൊരു സ്ഥലത്ത് മാങ്ങ പറിച്ച ശേഷം ഭക്ഷണം കഴിഞ്ഞെത്തിയ ഇവർ
കൊമ്പത്തുകടവിലെ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. മാളയിൽ നിന്ന് അഗ്നിരക്ഷാസേന സുരക്ഷാ മുൻകരുതലുകളുമായി എത്തിയാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MS ജയൻ, സീനിയർ ഓഫീസർ പ്രേംചന്ദ്രൻ നായർ, KA അജീഷ്, MR അരുൺകുമാർ, MD അരുൺദാസ്, GS രഞ്ജിത്ത്, NP അജിത്, അഖിൽ T ബാബു, ഷെഫീഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT NDPS നിയമപ്രകാരമുള്ള 2025 ആദ്യത്തെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുകളും ലഹരിവസ്തുക്കളും മറ്റും ജില്ലയിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന അണ്ണല്ലൂർ ഗുരുതിപ്പാല സ്വദേശി കോട്ടുകര വീട്ടിൽ വിശാലിനെയാണ് 1 വർഷത്തെ തടങ്കലിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനും ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുമുള്ള നിയമമാണ് PIT NDPS. ഇതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന വിശാലിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ വരവൂർ തള്ളിയിലെ സ്വകാര്യ അറവ് മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരവൂർ പഞ്ചായത്തിന് മുന്നിൽ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി. സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്ത ധർണ സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KS മുഹമ്മദ് അധ്യക്ഷനായി. വിപിൻ കൂടിയേടത്ത്, CU അബൂബക്കർ, M. വീരചന്ദ്രൻ, അനിത പുറശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് CPM പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുമതി നൽകിയതെന്നും ട്രയൽ റൺ നടത്തുമ്പോൾ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം ഉയർന്നതിനാൽ മാർഗരേഖയിൽ ലംഘനം ഉണ്ടായെന്നും അതിനാൽ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. അതേസമയം വലിയ സമ്പന്നരായ ആളുകൾ അവരെ സംരക്ഷിക്കുന്നതിന് അതല്ലെങ്കിൽ ആർക്കും എത്രയും നൽകുന്നതിന് ഈ ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിക്കാൻ ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെലവഴിക്കുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന RSS അജണ്ടയെ പ്രതിരോധിക്കുവാൻ പൊതുസമൂഹം തയ്യാറാകണമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്. SFI മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് അതുല്യ AS അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KU സരിത, SFI ജില്ലാ നേതാക്കളായ അനസ് ജോസഫ്, അജീഷ് PA, അഭിജിത്ത് T, CPM നേതാക്കളായ AK ഹുസൈൻ, PG സുബിദാസ്, KP ആലി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. പുതിയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ SFI പ്രഖ്യാപിച്ചു. SFI നിലപാട് പറഞ്ഞു. ഈ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്തെ വർഗീയമായി വീഴ്ത്താൻ വേണ്ടി RSS തയ്യാറാക്കിയ നയമാണ്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ ഫുട്ബോൾ ആവേശത്തിന്റെ ലഹരിയിലാഴ്ത്തി ഗുരുവായൂർ സൂപ്പർ ലീഗിന് തുടക്കമായി. ഗുരുവായൂർ മണ്ഡലത്തിലെ 10 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം മുൻ കായിക മന്ത്രി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ Dr. VK വിജയൻ, Dr. A. ഹരിനാരായണൻ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ എന്നിവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ മിലാൻ FC തൈക്കാടിനെ 2-4 ഗോളിന് തോൽപ്പിച്ച് സോക്കർ ഫ്രണ്ട്സ് കോട്ടപ്പടി വിജയിയായി. രണ്ടാം മത്സരത്തിൽ പുനേർകുളം FC ഏകപക്ഷീയമായ 1 ഗോളിന് ഏങ്ങണ്ടിയൂർ FCയെ തോൽപ്പിച്ചു. മെയ് 1 ഫൈനൽ മത്സരം. വിജയികളാകുന്നവർക്ക് 1 ലക്ഷം രൂപയും ട്രോഫിയും സമ്മാനിക്കും. രണ്ടാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 30,000 രൂപയും 4-ാം സ്ഥാനക്കാർക്ക് 20,000 രൂപയും സമ്മാനമായി നൽകും. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുടുംബശ്രീ അമൃത് മിഷൻ എന്നിവയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതിക്ക് തുടക്കമായി. അമൃത് മിഷന്റെ 3ാമത്തെ ഘട്ടത്തിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചിട്ടുള്ള VK രാജൻ മുനിസിപ്പൽ പാർക്ക്, അരാക്കുളം പരിപാലനം, വീടുകളിൽ വാട്ടർ മിറർ റീഡിംഗ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. ഓരോ പദ്ധതിക്കും 10 ലക്ഷം രൂപ വീതം ആകെ 20 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ആകെ 8 ഗുണഭോക്താക്കളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർ മുഖേന മുനിസിപ്പൽ പാർക്ക്, അരാക്കുളം എന്നിവയുടെ ദൈനംദിന പരിപാലനം, സൌന്ദര്യവൽക്കരണം, വാട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗ് എന്നിവ സാധ്യമാക്കും.
അമൃത് മിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം VK രാജൻ പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ഗീത TK നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VS ദിനൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ കൌൺസിലർ TS സജീവൻ, വാർഡ് കൌൺസിലർ രേഖ സൽപ്രകാശ് എന്നിവർ സംസാരിച്ചു. തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാത്രമല്ല, വടക്കാഞ്ചേരി തെക്കുംകര മലാക്കയിൽ അനധികൃത മണ്ണ് ഖനനം നടത്തുകയായിരുന്ന വാഹനങ്ങൾ വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുന്നിടിച്ച് മണ്ണ് കടത്തുകയായിരുന്ന 3 ടിപ്പർ ലോറികളും മണ്ണിടിച്ച് കടത്തുവാൻ ഉപയോഗിച്ച JCBയും പോലീസ് പിടിച്ചെടുത്തത്. തെക്കുംകര പഞ്ചായത്തിലെ മാലാക്ക വീരോലിപ്പാടം റോഡിൽ നിന്നും 400 മീറ്ററോളം മാറിയുള്ള സ്ഥലത്താണ് മണ്ണ് ഖനനം നടത്തിയിരുന്നത്. കുന്നിടിച്ച് സമീപത്തെ മറ്റൊരു പുഴയിടത്തിൽ മണ്ണിട്ട് നികത്തുകയായിരുന്നു. വടക്കാഞ്ചേരി SI ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിച്ചു. വാഹനങ്ങൾ തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിന് കൈമാറും. അന്വേഷണ സംഘത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സഗുൺ, അനുരാജ്, ഷാരോൺ എന്നിവരും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം വെസ്റ്റ് വിശ്വപ്രകാശ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും വിഷു, ഈദ്, ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേക്കൂട്ട് അധ്യക്ഷനായി. വാർഡംഗം ജയന്തി മനോജ്, രക്ഷാധികാരി TG സച്ചിത്, സെക്രട്ടറി സുശീലൻ തറയിൽ, ട്രഷറർ KS ബാബുമോൻ, കോർഡിനേറ്റർ CK ഗോപി, ദിനകരൻ, സദാനന്ദൻ വലിയപറമ്പിൽ, അനു, ബാലു പുന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള വലിയൊരു കൂട്ടം ഇവിടെ കാണാനുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന്. നിങ്ങൾ TV കാണുന്നവരാണ്, നിങ്ങൾ വാർത്തകൾ കാണുന്നവരാണ്, നിങ്ങളുടെ മൊബൈലുകളിലെ ഓൺലൈൻ 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 22ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കൽപ്പകശ്ശേരി വേണു മൂസദ് ആചാര്യനും പുല്ലങ്കോട് സത്യൻ നമ്പൂതിരി, സജിത ഗംഗാധരൻ എന്നിവർ സഹ ആചാര്യന്മാരുമായിട്ടുള്ള സപ്താഹ യജ്ഞം ഈ മാസം 27-ന് പ്രസാദ വിതരണത്തോടെ സമാപിക്കും. ഒരാൾ കഥ പറയും, ബാക്കിയുള്ളവർ കഥ കേൾക്കും. ഒരാൾ കർമ്മങ്ങൾ നോക്കി നിൽക്കണ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ചികിത്സാ സഹായം തേടുന്നു. തെക്കുംകര പഞ്ചായത്ത് പുന്നമ്പറമ്പ് വയലാലെ വീട്ടിൽ ഗോപി പ്രവീണ ദമ്പതികളുടെ ഏകമകൾ ദൈവികയാണ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. കുഞ്ഞ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വേണ്ടിവരും. ഇത്രയും ഭീമമായ തുക സ്വരൂപിക്കാൻ ഓട്ടോ ഡ്രൈവറായ ഗോപിയുടെ കുടുംബത്തിന് മാത്രമായി കഴിയില്ല. ദേവികയുടെ ചികിത്സാ സംബന്ധമായ പണം കണ്ടെത്തുന്നതിന് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ദേവിക ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസുകൾ താഴെ പറയുന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയയ്ക്കുക. അക്കൗണ്ട് നമ്പർ 400101057865 കേരള ഗ്രാമീൺ ബാങ്ക് മണലിത്തറ ശാഖ. TCV ന്യൂസ് വടക്കാഞ്ചേരി. തൃശൂരിലെ മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ MG റോഡിലെ പാറയിൽ ലെയിനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിൽ നടക്കുന്ന 2 മണിക്കൂർ ദൈർഘ്യമുള്ള സൌജന്യ സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി മനുഷ്യരിലെ ക്രിയാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ 7:30 വരെ നടക്കുന്ന പരിപാടിയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ കേരളത്തിലെ ലീഡർഷിപ്പ് കോച്ചും കമ്മ്യൂണിക്കേഷൻ ട്രെയിനറുമായ സാന്റോ C സൈമൺ, ബാസ്റ്റിൻ ജോസ്, ഷാൽജ ഷൈൻ എന്നിവർ പങ്കെടുത്തു. സത്യാനന്തര കാലത്തെ മാധ്യമവിശേഷങ്ങൾ എന്ന ലേഖന സമാഹാരം പ്രകാശനം ചെയ്തു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി TKA ഷാഫി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ്, സാജൻ ഇഗ്നേഷ്യസ്, ഫെർഡി KB എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വൈദ്യുതി തൂൺ തകർന്നു. എടപ്പുള്ളി ജാറം റോഡിൽ കലുങ്കിന് സമീപമുള്ള വൈദ്യുതി തൂണാണ് തകർന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ ഉച്ചവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കാറിന്റെ മുൻവശവും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിനിടയാക്കിയ കാർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുട്ടിച്ചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് ഫാദർ ജോഫിൻ അക്കരപ്പട്ടേക്കൽ കൊടികയറ്റി. ഈ മാസം 26, 27 തീയതികളിലാണ് തിരുനാൾ. തിരുനാൾ കൺവീനർ സെബാസ്റ്റ്യൻ ചിറയത്ത്, പബ്ലിസിറ്റി കൺവീനർ CJ എഡിസൺ, ട്രസ്റ്റിമാരായ CC ജോസഫ്, CJ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. എരവത്തൊടി മാരിയമ്മൻ പൂജയോടനുബന്ധിച്ച് സർവൈശ്വര്യ പൂജ നടന്നു. എരവത്തൊടി അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ആചാര്യൻ രാജഗോപാലൻ സർവൈശ്വര്യ പൂജാ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് പട്ടുപുടവ സമർപ്പണവും നടത്തി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3292 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂരിൽ ശക്തമായ കാറ്റും മഴയും. മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശം. തൃശൂർ പാലസ് റോഡിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. ശങ്കരയ്യ റോഡിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തകർന്നു. ചാലക്കുടി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി കളക്ടർ. ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരെ മർദ്ദിച്ച ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന ആവശ്യം ശക്തം. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി വരന്തരപ്പിള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിൽ. ആശാസമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. BJP അംഗങ്ങൾ അജണ്ടകൾ പിടിച്ചുവാങ്ങി വലിച്ചുകീറിയെറിഞ്ഞു. മാളയിൽ മാങ്ങ പറിക്കാനെത്തിയവരെ തേനീച്ചകൾ ആക്രമിച്ചു. പരിക്കേറ്റ 5 പേർ പ്രാഥമിക ചികിത്സ തേടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.